Guru
ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. Turn with me to Psalm 15. നമുക്ക് സങ്കീർത്തനങ്ങൾ 15-ാം അധ്യായം. We'll get there in just a moment. നമുക്ക് വേഗത്തിൽ അതിലേക്ക് നമ്മുടെ ചിന്തയെ തിരിക്കാം. Why was I in Florida? ഞാൻ ഫ്ലോറിഡയിലായിരുന്ന സമയത്ത് Because I live there with my family. ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അവിടെയാണ് താമസിക്കുന്നത്. I am a British citizen. ഞാൻ ഇവിടുത്തെ ഒരു സിറ്റിസൺ ആണ്. I grew up here for the first 28 years of my life. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 28 വർഷങ്ങൾ ഞാൻ ഇവിടെയാണ് ജനിച്ചതും വളർന്നതും. I was a lawyer working in London. ഞാൻ അതിനുശേഷം ലണ്ടനിലെ ഒരു ലോയർ ആയിട്ട് വർക്ക് ചെയ്തു. And the Lord called me into ministry. അവിടെ നിന്ന് ദൈവം എന്നെ സുവിശേഷ വേലയ്ക്കായി വേർതിരിച്ചു. And I moved to America. അതിനുശേഷം ഞാൻ അമേരിക്കയിലേക്ക് കടന്നുപോയി. In the year 2000. 2000-ൽ. And thought I would be there for a couple of years. ഞാൻ ചിന്തിച്ചു കുറേ വർഷങ്ങളിൽ ഞാൻ അവിടെ ആയിരിക്കുമെന്ന്. But I met my wife at the ministry I was part of. ഞാൻ അവിടെ ആയിരുന്ന ശുശ്രൂഷയിൽ ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടുമുട്ടി. She had moved there from South Africa. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എൻ്റെ ഭാര്യ വരുന്നത്. And then I helped build a Bible school. ഞങ്ങൾ അവിടെ ഒരു ബൈബിൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. And suddenly 15-16 years had gone by. അന്ന് മുതൽ ഇന്നേക്ക് ഒരു 15-16 വർഷങ്ങൾ മുൻപോട്ട് കടന്നുപോയിരിക്കുന്നു. And we had 4 children. ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. Who were all born in America. അവരെല്ലാവരും അമേരിക്കയിലാണ് ജനിച്ചു വളർന്നത്. And then the Lord called us to Germany. അതിനുശേഷം ദൈവം ഞങ്ങളോട് ജർമ്മനിയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. In 2016. 2016. And so we pastored in Germany for 5 years. അവിടെ 5 വർഷത്തോളം ഞങ്ങൾ സഭയിൽ ശുശ്രൂഷകരായിരുന്നു. And the Lord said, "There's one more assignment for you at least." അത് കഴിഞ്ഞ് ദൈവം പറഞ്ഞു ഒരു സ്ഥലം കൂടെ പോകുവാനുണ്ട്. And we took a sabbatical. ഞങ്ങൾ കുറച്ച് സമയം വേലയിൽ നിന്നും വിട്ടു നിന്നു. To seek the Lord. ദൈവത്തെ ഒന്ന് അന്വേഷിക്കുവാൻ. And we came back to England. അതിനുശേഷം ഞങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്നു. And the Lord said, "I want you to go to Florida." അതിനുശേഷം ദൈവം പറഞ്ഞു വീണ്ടും നിങ്ങൾ ഫ്ലോറിഡയിലേക്ക് കടന്നു പോകണമെന്ന്. You know, all I know about Florida is Disneyland is there. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഫ്ലോറിഡയെ കുറിച്ച് അറിയുവാനുള്ളൂ. It's hot. അവിടെ ചൂടാണ്. And there are a lot of alligators and swamps. അവിടെ പലതരത്തിലുള്ള മൃഗങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെയുണ്ട്. I didn't really want to go to Florida. എനിക്ക് ഫ്ലോറിഡ അത്ര ഇഷ്ടമുള്ള സ്ഥലമല്ല. But the Lord spoke to me and my family. എന്നാൽ ദൈവം എന്നോടും ഞങ്ങളുടെ കുടുംബത്തോടും സംസാരിച്ചു. And said, "I want you to raise up a place to train men and women and send them to the nations." ഞാൻ ദൈവം പറഞ്ഞത് നിങ്ങളിൽ കൂടെ അനേകം പേരെ ദൈവവചനം പഠിപ്പിച്ച് അഭ്യസിപ്പിക്കുവാൻ ഞാൻ നിങ്ങളിൽ കൂടി ആഗ്രഹിക്കുന്നു. And so we've been pioneering in Florida for the last 2.5 years in South Florida. അങ്ങനെ ഞങ്ങൾ സൗത്ത് ഫ്ലോറിഡയിൽ ദൈവം തന്ന ശുശ്രൂഷയുമായിട്ട് മുൻപോട്ട് കടന്നുപോകുന്നു. You know, in the winter it's about 25 degrees every day. അവിടെ തണുപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. Sunny. ചൂടാണ്. So I'm getting used to England again. ഞാൻ വീണ്ടും ഒരു ഇംഗ്ലണ്ടിന്റെ കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Does anyone know what I'm talking about? ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? I went to university. I had lots of friends from Malaysia. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ എനിക്ക് മലേഷ്യയിൽ നിന്ന് അനേകം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. I don't think they ever got used to the cold in England. എനിക്ക് പറയാൻ പറ്റാമോ ഒരിക്കലും ഇവിടെ തണുപ്പുമായിട്ട് അവർക്കൊന്നും ചേർന്ന് പോകാൻ പറ്റില്ല. And now I understand why. ഇപ്പോൾ എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ട്. Anyway, we're in Florida and we're pioneering a community there. ഞങ്ങളെ ദൈവകൃപയാൽ ഫ്ലോറിഡയിലായിരിക്കുന്നു. അവിടെ ഒരു ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഞങ്ങളായിരിക്കുന്നു. One of the things we've been doing is launching a Bible school. ഞങ്ങൾ അവിടെ ഒരു ബൈബിൾ സ്കൂൾ നടത്തിക്കൊണ്ട് വരുന്നു. And for any who are interested, I have a flyer here. ആർക്കെങ്കിലും ബൈബിൾ സ്കൂളിൽ ചേരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഫ്ലയർ ഉണ്ട്. Part of what we're doing is launching an online Bible school. ഞങ്ങൾ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ് ഈ കോഴ്സ് നടത്തുന്നത്. If you've ever wanted to read through the Bible but you're not sure where to start or how to understand each book, നിങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച് ഒന്ന് അറിയണം, ഇത് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണമെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ this is an online course that may help you, may be interesting to you. ഇതൊരു ഓൺലൈൻ കോഴ്സാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. We call it Through the Bible in 30 weeks. ഞങ്ങൾ പറയുന്നത് 30 ആഴ്ച കൊണ്ട് മുഴുവൻ ബൈബിളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കുവാൻ കഴിയും. Although you can do it quicker than 30 weeks or less than 30 weeks if you want. നിങ്ങൾക്ക് വേണമെങ്കിൽ 30 ആഴ്ച പോലും വേണ്ട, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം നമുക്ക് എടുക്കാം. Look, we have about 60 hours of teaching and notes and handouts on every book of the Bible. ഞങ്ങൾ 60 മണിക്കൂറോളം പഠിത്തമുണ്ട്. അതിനകത്ത് ബൈബിളിനെ കുറിച്ച് നോട്ട്സും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ നൽകും. Where we try and make it very simple and understandable to help you actually read through the Bible. വളരെ ലളിതമായി ബൈബിൾ എങ്ങനെ മനസ്സിലാക്കണം അതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. So if that's interesting to you,
pick this up from me, or Pastor Jim has some of those as well outside. അത് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗ് കഴിഞ്ഞ് എന്നോട് സംസാരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റർ ജിമ്മിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. I want to talk tonight about the power of joy in living from God's presence. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള സന്തോഷത്തിന്റെ ബലത്തെക്കുറിച്ചാണ്. How we can live closer to the presence of God. എങ്ങനെയാണ് ദൈവ സാന്നിധ്യത്തോട് കൂടി ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത്? How we can experience more of His presence in our lives every day. ഓരോ ദിവസവും എങ്ങനെയാണ് ദൈവ സാന്നിധ്യം കൂടുതൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്? You know, some Christians live hoping that one day they will get to be in His presence. ചില വിശ്വാസികൾ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് ഒരു നാൾ വരും അന്ന് നമ്മൾ ദൈവത്തോട് കൂടി ജീവിക്കും. But the Christian life is not supposed to be a journey into His presence. It's supposed to be a journey out of His presence into the world. നമ്മൾ വായിക്കാൻ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കൽ ദൈവസന്നിധിയിൽ ചേരുമെന്നല്ല, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ ഇതൊരു യാത്രയാണ്, ദൈവമായിട്ട് ജീവിക്കുന്ന ഒരു യാത്രയാണ്. We're not just a people who live hoping we will enter God's presence one day in the future. നമ്മുടെ വെറും ചിന്തിക്കുന്നത് പോലെ ക്രിസ്ത്യാനികളെ പോലെ സാധാരണക്കാരെ പോലെ ഒരു നാൾ വരും, ആ നാളിൽ നമ്മൾ ദൈവത്തോട് ചേരുമെന്നുള്ളതല്ല. Jesus died so that we could have access to God's presence today. ദൈവം യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിന്റെ കാരണം തന്നെ ഓരോ ദിവസവും നമുക്ക് ദൈവമായിട്ട് കൂടെ ജീവിക്കുവാൻ കഴിയും എന്നുള്ളതിന് വേണ്ടിയാണ്. And the saddest thing is to have access to somewhere and not actually spend time enjoying the place we have access to. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലപ്പോഴും നമുക്ക് അതിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമെങ്കിലും നമ്മൾ അതിൽ പ്രവേശിക്കാതെ ആ സന്തോഷം അനുഭവിക്കാതെ ജീവിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. You know, King David said it this way in Psalm 16, one chapter further than the passage we're going to look at. രാജാവായ ദാവീദ് ഇപ്രകാരം സങ്കീർത്തനം 16 നമ്മളോട് പറയുന്നത്, He said, "In your presence is fullness of joy." നമ്മൾ പറയുന്നത് നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ടെന്നാണ്. We're supposed to be the most joyful people on the earth. ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആൾക്കാർ നമ്മളായിരിക്കണം. But it's not human joy that we're to communicate to the world. നമുക്ക് ഈ ലോകം തരുന്ന ഈ ലോകത്തിന്റേതായ ഒരു സന്തോഷമല്ല. It's the joy that we have received by being in His presence and with Him. അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് പ്രാപിക്കുന്ന ഒരു സന്തോഷമാണ് നമ്മളെ നയിക്കേണ്ടത്. And it's one thing to have access to God's presence. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചെല്ലുവാൻ പറ്റുന്നത് ഒരു കാര്യമാണ്. It's another thing to actually experience and enjoy His presence every day in our lives. ദൈവസന്നിധിയിൽ ചെല്ലുന്നത് ഒരു കാര്യം പോലെ തന്നെ ആ സന്നിധിയിൽ പോയി ആ സന്തോഷം പ്രാപിക്കുക, അനുഭവിക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. This is not an advert for my course, by the way. ഇതെല്ലാം എന്റെ കോഴ്സിന് ഉള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. But I want to give you an example. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. This course will change your life if you do it. ഈ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റപ്പെടും. But you can sign up and get access to this course. നിങ്ങൾക്ക് ഈ കോഴ്സിൽ ഒരുപക്ഷെ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭ്യമാകും. And never click on the link and do the course. എന്നാൽ അത് പിന്നീട് അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയോ ലോഗിനോ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ആ കോഴ്സ് വായിക്കാൻ കഴിയുകയില്ല. There's a free course on my website. എന്റെ വെബ്സൈറ്റിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. And I released it in the new year. ഞാൻ ഇതൊരു പുതിയ വർഷത്തിൽ തുടങ്ങിയ ഒരു കോഴ്സാണ്. On the book of Genesis. ഉൽപ്പത്തി പുസ്തകത്തെ ആധാരമാക്കിയിട്ടാണ്. And I'm just learning about this online training thing. ഞാനിപ്പോ ഓൺലൈൻ ട്രെയിനിങ് എങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ച് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. And it was interesting. Immediately, many people signed up for this online course. അതിശയം എന്ന് പറയട്ടെ, അനേകം പേര് ഓൺലൈൻ കോഴ്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തു. They have access to all the videos, all the notes, all the teaching. അവർക്ക് എല്ലാ വീഡിയോസും നോട്ട്സും കോഴ്സസ് അവർക്ക് ഇപ്പോൾ കാണുവാൻ പറ്റും. But I notice only a fraction of the people who signed up have actually done it. പക്ഷെ ഞാൻ പിന്നീട് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആദ്യം സൈൻ അപ്പ് ചെയ്തതിനേക്കാൾ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ള കോഴ്സ് വായിക്കുന്നവരായിട്ടുള്ളൂ. By the blood of Jesus, we have access every minute of every day into the presence of the King of the universe who created the heavens and the earth. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തമുഖാന്തരം
എല്ലാ ദിവസവും ഏത് നേരവും ഏത് സമയം നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ചെല്ലുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. We have access to His Holy Spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. who lives within us. അത് നമ്മുടെ ഉള്ളിലാണ് താമസിക്കുന്നത്. The Holy Spirit isn't just the power of God. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തി മാത്രമല്ല. No, it's not the force like Star Wars. അത് നമ്മൾ കാണുന്ന ഒരു പ്രോഗ്രാം പോലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം മാത്രമല്ല. God lives within you and within me. ദൈവം നമ്മുടെ ഉള്ളിലും നമ്മളിൽ കൂടിയും ദൈവം ജീവിക്കുന്നു. All the wisdom of the universe, you have access to it. ഈ ലോകത്തിന്റെ സകല ജ്ഞാനവും ദൈവത്തിന്റെ സകല ജ്ഞാനവും നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ സാധ്യമാണ്. All the power of the universe, you have direct access to it. ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ ശക്തിയും എല്ലാ ബലവും നമുക്ക് ദൈവസന്നിധിയിൽ ഏത് സമയം നമുക്ക് ലഭ്യമാണ്. And yet many of us live as though God is far away. നമ്മൾ ചിലർ ജീവിക്കുന്ന കണ്ടാൽ ദൈവം ഏതോ വിദൂരതയിലാണെന്ന് നമുക്ക് തോന്നും. That we've got to live in a particular way in order to earn His presence. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇച്ചിരി ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. No, we have access to His presence. അങ്ങനെയല്ല, ഏത് സമയത്തും അത് നമുക്ക് ലഭ്യമാണ്. The price was paid not by you but by Jesus. അതിനുവേണ്ടി വില നമ്മളെല്ലാം കൊടുത്തത്, അതിനുവേണ്ടി വില യേശു കൊടുത്തു കഴിഞ്ഞു. But are you living from His presence? ദൈവസന്നിധിയിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? Are you spending time in His presence? നിങ്ങൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നുണ്ടോ? Because His presence makes the difference in your life. ആമേൻ. കാരണം ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസങ്ങളെ കൊണ്ടുവരുന്നത്. Let's read this psalm. നമുക്ക് ഈ സങ്കീർത്തനം ഒന്ന് വായിക്കാം. Lord, who may dwell in your tabernacle? Who may dwell in your holy hill? He who walks uprightly and works righteousness and speaks the truth in his heart. He who does not backbite with his tongue, nor does evil to his neighbor, nor does he take up a reproach against his friend, in whose eyes a vile person is despised, but he honors those who fear the Lord. He who swears to his own hurt and does not change. He who does not put out his money at interest, nor does he take a bribe against the innocent. He who does these things shall never be moved. സങ്കീർത്തനം 15-ാം അധ്യായം 1 വരെയുള്ള 5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. King David wrote this psalm ഈ സങ്കീർത്തനം എഴുതിയത് രാജാവായ ദാവീദാണ്. because it was the consuming passion of his heart to experience more of God's presence. ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിയണം എന്ന് തന്റെ ജീവിതത്തിൽ വലിയ ഒരു ആഗ്രഹമായതുകൊണ്ടാണ് ഇത് എഴുതിയത്. It was a recurring theme in all the psalms he wrote. നമുക്കറിയാം ദാവീദ് എഴുതിയ എല്ലാ സങ്കീർത്തനങ്ങളിലും ഈ ആശയം നമുക്ക് വീണ്ടും വീണ്ടും കാണുവാൻ കഴിയും. Not just Psalm 15. 15-ാം അധ്യായത്തിൽ മാത്രമല്ല, Psalm 24. 24-ാം അധ്യായം. Who may ascend the hill of the Lord? ദൈവത്തിന്റെ പർവ്വതത്തിൽ ആർ കയറും? Psalm 27. 27-ാം അധ്യായം. One thing have I desired, that I may gaze upon the beauty of the Lord. ഞാൻ ഒന്നാഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാൻ. Psalm 42. 42-ാം സങ്കീർത്തനം. As the deer pants for the water, my soul longs for your presence. When can I come before you, God? അവരോട് പറയുന്നു, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ യഹോവ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. And many, many more. അങ്ങനെ ഒരുപാട് സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാം. But most people believe that David wrote this psalm at a particular time in his life. അനേകം പേർ വിശ്വസിക്കുന്നത് തന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലായിരിക്കും സങ്കീർത്തനകാരൻ ഇപ്രകാരം എഴുതിയത്. And it was the time when he was trying to bring the Ark of the Covenant into Jerusalem. യെരൂശലേമിലേക്ക് യഹോവയുടെ പെട്ടകം തിരിച്ചു കൊണ്ടുവരുവാൻ തുടങ്ങുന്ന ആ കാലയളവിലായിരിക്കും ഒരുപക്ഷേ ഇത് എഴുതിയത്. And he had tried and he had failed to do it. അങ്ങനെ ചെയ്യുവാൻ ശ്രമിച്ചിട്ട് തനിക്കത് കഴിഞ്ഞില്ല. You know, the Ark of the Covenant is a powerful symbol. നമുക്കറിയാം യഹോവയുടെ പെട്ടകം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. It represents the glory and the presence of God among his people in the Old Testament. പഴയ നിയമത്തിൽ തന്റെ ജനത്തോട് കൂടെ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ആ സാന്നിധ്യമാണ് അത് കാണിക്കുന്നത്. When Israel was delivered from slavery,
നമുക്കറിയാം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കടന്നു വന്നപ്പോൾ and God appeared on the mountain to Moses. അവിടെ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായപ്പോൾ God said to Moses, ദൈവം മോശയോട് ഇപ്രകാരം പറഞ്ഞു, I don't want to live far away from my people. എന്റെ ജനത്തിൽ നിന്ന് ഒരുപാട് ദൂരം എനിക്ക് ജീവിക്കേണ്ട. I want you to build me a tabernacle and I want to live among you. അവിടെ പറഞ്ഞത് ഞാൻ ഒരു കൂടാരം പണിത് അതിൽ ഞാൻ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. I want you to be a people that are known as the people of my presence. ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ജനം എന്റെ പേരാൽ എന്റെ സാന്നിധ്യത്തിൽ എന്നോട് കൂടി ജീവിക്കണമെന്നാണ്. Because when the presence of God is with God's people, that is what makes the difference. അവൻ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവജനത്തോടൊപ്പം ആയിരിക്കുമ്പോഴാണ് അത് അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത്. Which is why Moses said to God, അതുകൊണ്ടാണ് മോശ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞത്, don't take us one step further unless your presence goes with us. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മുൻപായി കടന്നു പോകുന്നില്ലെങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് അയക്കരുതേ എന്ന് പറഞ്ഞു. How will the nations know that we are any different than them unless your presence is with us? എങ്ങനെയാണ് മറ്റു ദേശക്കാർ മറ്റു ജാതികൾ തിരിച്ചറിയുന്നത് ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ? The thing that sets God's people apart from the world is not our wisdom. ലോകക്കാർ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി കാണുന്നത് നമുക്ക് ജ്ഞാനമുള്ളത് കൊണ്ടല്ല. It's not our great ideas. അത് നമുക്ക് ഒരുപാട് വലിയ ആശയങ്ങളുള്ളത് കൊണ്ടല്ല. It's not our moral lifestyles. നമ്മുടെ ജീവിത രീതികൾ കൊണ്ടല്ല. The thing that sets us apart from the world is God's presence shining in us and through us. അവൻ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശമാകുമ്പോഴാണ് മറ്റുള്ളവർ നമ്മൾ വേർപെട്ട ഒരാൾക്കാരാണെന്ന് അറിയുന്നത്. And so in all of Israel's battles, അങ്ങനെ ഇസ്രായേൽ മക്കൾ ചെയ്ത സകല in യുദ്ധങ്ങളിലും all of Israel's victories, അവർക്ക് ലഭിച്ച എല്ലാ ജയങ്ങളിലും it was the ark of God's presence going with them that gave them the victory. അവർ ദൈവത്തിന്റെ പെട്ടകം അവരോട് കൂടി പോയത് കൊണ്ടാണ് അവർക്ക് എല്ലാത്തിലും ജയമുണ്ടായത്. And the tragic thing about this ark of the presence, എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഈ പെട്ടകത്തിന് ഒരു വിശേഷത എന്ന് പറയുന്നത്, within a couple of generations, കുറച്ച് തലമുറകൾ മുൻപോട്ട് അങ്ങോട്ട് കടന്നുപോയപ്പോൾ Israel forgot about it. ഇസ്രായേൽ ഈ പെട്ടകത്തെ മറന്നു കളഞ്ഞു. Israel neglected it. അത് അവർ വേണ്ട എന്ന് തന്നെ വിചാരിച്ചു. It's a picture of us. അത് നമ്മളെ തന്നെ കാണിക്കുന്ന ഒരു പിക്ചറാണത്. They had access to God's presence, but they didn't take advantage of God's presence. അവർക്ക് ദൈവ സന്നിധിയിലേക്ക് പൂർണ്ണമായ ഒരു വഴി ഉണ്ടായിരുന്നിട്ടും അത് അവർ വേണ്ട എന്ന് വെച്ചു. And God's presence was near them, but was not in their middle. അവൻ ദൈവ സാന്നിധ്യം അവർക്ക് ചുറ്റും ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മധ്യേ അതില്ലായിരുന്നു. They didn't honor the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവർ ബഹുമാനിച്ചില്ല. The wisdom of God. ദൈവത്തിന്റെ ജ്ഞാനം ബഹുമാനിച്ചില്ല. The protection of God. ദൈവത്തിന്റെ സുരക്ഷിതം വേണ്ട. The direction of God. ദൈവത്തിന് നമ്മളോട് പറയുന്ന ആ വഴികൾ അവർ വേണ്ട. The provision of God. ദൈവം നൽകുന്നത് വേണ്ട എന്ന് അവർ വെച്ചു. Everything flows from His presence. ഇതെല്ലാം ലഭ്യമാകുന്നത് ദൈവ സന്നിധിയിൽ നിന്നാണ്. And so David is a little boy in Bethlehem. അങ്ങനെ ദാവീദ് ബെത്ലഹേമിൽ ഒരു ചെറിയ ബാലനായിരിക്കുമ്പോൾ said, I know why we're getting defeated by our enemies. ദാവീദ് പറഞ്ഞു, എനിക്ക് അറിയാം നമ്മൾ ഇന്ന് ശത്രുക്കളിൽ നിന്ന് നമുക്ക് തോൽവി ലഭിക്കുമെന്ന്. We're not making the presence of God our focus. കാരണം നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മുൻപിൽ നമ്മുടെ ശ്രദ്ധയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. If God's presence is with us, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ why aren't we rejoicing in His presence? നമ്മൾ എന്തുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നില്ല? Why aren't we pursuing His presence? എന്തുകൊണ്ട് നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ അന്വേഷിക്കുന്നില്ല? Why aren't we seeking His wisdom? എന്തുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനം അന്വേഷിക്കുന്നില്ല? Why are we acting out of human wisdom when God's wisdom is available to us? എന്തുകൊണ്ടാണ് നമ്മുടെ മാനുഷികമായ ചിന്തയിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ തന്നെ? And so David said, I'm going to get the ark back. അതുകൊണ്ട് ദാവീദ് പറയുന്നു, ഞാൻ ആ പെട്ടകം തിരിച്ചു കൊണ്ടുവരും. And so David tried to get the ark back with human wisdom. അതുകൊണ്ട് ദാവീദ് മനുഷ്യ ജ്ഞാനം കൊണ്ട് ആ പെട്ടകം തിരിച്ചു കൊണ്ടുവരാൻ ദാവീദ് ശ്രമിച്ചു. He said, we need God's presence as the first priority in our nation again. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ദേശത്ത് ആദ്യമായി പ്രഥമമായി നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം മടക്കി കൊണ്ടുവരണം എന്ന് താൻ പറഞ്ഞു. But he tried a human strategy to get the ark back. പക്ഷേ അദ്ദേഹം എല്ലാം തീരുമാനിച്ചത് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയായിരുന്നു താനും പ്ലാൻ ചെയ്തത്. He put it on a cart. He put it on a wagon.
ആ സമയത്തുണ്ടായിരുന്ന ഒരു വണ്ടിയിൽ താൻ അത് വെച്ചു. The Philistines had put it on a wagon. ആ കാരണം അന്നത്തെ ഫിലിസ്തീൻ അവരതൊരു വണ്ടിയിലാണ് വെച്ചത്. He didn't ask God, how do you want your presence to be honored? ദാവീദ് ചിന്തിച്ചില്ല എങ്ങനെയായിരിക്കും ദൈവത്തിന് തന്റെ പെട്ടകത്തെ ആദരിക്കേണ്ടത്. How do you want your presence to be accessed? എങ്ങനെയാണ് ദൈവ സാന്നിധ്യം നമുക്ക് ലഭിക്കേണ്ടത്? Because God had given Moses very clear instructions how to deal with his presence. കാരണം ദൈവം വളരെ വ്യക്തമായി തന്നെ പെട്ടകത്തെക്കുറിച്ചും സാന്നിധ്യത്തെക്കുറിച്ചും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. But all of David's team said, let's just do it as quickly as possible. എന്നാൽ ദാവീദ് പറഞ്ഞു അതൊന്നും നമുക്ക് വേണ്ട, എത്രയും വേഗം കാര്യങ്ങൾ ചെയ്യാമോ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. And it was a disaster. അത് വളരെ വലിയൊരു തോൽവിയായി മാറി. A man died in the process. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി അവിടെ മരണപ്പെട്ടു. Now you can read the story in First Chronicles chapter 13 through 16. നമുക്ക് അത് ഒന്ന് ക്രോണിക്കൽസിലെ 13-ാം അധ്യായം മുതൽ 16 വരെ നമുക്കത് വായിക്കുവാൻ കഴിയും. It says David was afraid of God. ദാവീദ് ദൈവത്തെ ഭയന്നു. Because he said, കാരണം താൻ പറഞ്ഞത്, how can I get access to his presence? എങ്ങനെ എനിക്ക് ദൈവ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും? How can I experience the fullness of his presence? എങ്ങനെ എനിക്ക് ദൈവത്തിന്റെ സന്തോഷത്തിന്റെ പരിപൂർണത ലഭിക്കുവാൻ കഴിയും? There must be principles to go from simply having God's presence with me to walking in the fullness of his presence. അത് ചെയ്യുവാൻ വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം പ്രാപിക്കുകയും അതിൽ നടക്കുകയും ചെയ്യുന്നതിന് ചില നിയമങ്ങൾ ഉണ്ടാകും, ചില കാര്യങ്ങൾ ഉണ്ടാകും തനിക്ക് മനസ്സിലായി. And so he asks this question in Psalm 15. അതാണ് 15-ാം അധ്യായത്തിൽ താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ. Who are you, God? നീ ആരാണ് ദൈവമേ? And who may abide in your presence? നിന്റെ സന്നിധിയിൽ ആർ വസിക്കും? You see, you understand, Israel had access to God's presence. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ മക്കൾക്ക് ദൈവ സന്നിധിയിൽ എപ്പോഴും പോകാമായിരുന്നു. But the fullness of enjoying God's presence എന്നാൽ ദൈവത്തിന്റെ സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിക്കണമെങ്കിൽ required them to live in a certain way. അത് ഒരു പറയുന്ന ഒരു രീതിയിൽ അത് ജീവിച്ചാൽ അത് ലഭ്യമാകുകയുള്ളൂ. I have access to my own house. എനിക്ക് എന്റെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാം. But we have house rules. എന്നാൽ ഞങ്ങൾക്ക് വീട്ടിൽ ചില നിയമങ്ങളുണ്ട്. We have to take our shoes off before we go into the house. ഞങ്ങൾ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചെരുപ്പുകൾ അഴിച്ച് നമ്മൾ വെക്കണം. I get into big trouble with my wife if I don't take my shoes off. ഞാൻ എന്റെ ചെരുപ്പ് അഴിച്ച് വെളിയിൽ വെക്കാതെ അകത്ത് കയറിയ ഭാര്യയുമായിട്ട് വലിയ വഴക്കുണ്ടാകും. So I don't have to pay to get access into my house. അതുകൊണ്ട് എന്റെ വീട്ടിൽ കയറി ചെല്ലുവാൻ എനിക്ക് വേറെ കാശൊന്നും കൊടുക്കണ്ട. But I have to behave in a particular way if I want to enjoy the benefits of living in my house. എന്നാൽ എന്റെ വീട്ടിലുള്ള സകല കാര്യങ്ങളും സന്തോഷത്തോടെ അനുഭവിക്കണമെങ്കിൽ Do you understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. I don't earn access to my house by taking my shoes off. ഞാൻ എന്റെ ചെരുപ്പ് അഴിച്ചത് കൊണ്ട് മാത്രം എന്റെ വീട്ടിൽ എനിക്ക് കയറുവാൻ കഴിയില്ല. But I can enjoy the access that I have a whole lot more if I do. ഞാൻ അങ്ങനെ ചെയ്താൽ, ഒരുപക്ഷെ അങ്ങനെ ചെയ്താൽ ഒരുപാട് സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്റെ വീട്ടിൽ എനിക്ക് ചെയ്യുവാൻ കഴിയും. David is saying, how can we live as close as possible together with God? ദാവീദ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ദൈവത്തോട് നമുക്ക് പറ്റാവുന്നത് അത്രയും അധികം അടുത്ത് ജീവിക്കുവാൻ കഴിയുന്നത്. He's not asking the question, how can I earn your presence? അവിടെ ദാവീദ് ചോദിക്കുന്നത് എങ്ങനെ നിന്റെ സാന്നിധ്യം ലഭിക്കും എന്നല്ല ചോദ്യം. He's asking the question, how can I experience and enjoy your presence? അവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ അനുഭവിക്കുവാൻ പറ്റും, എങ്ങനെ സന്തോഷത്തിന്റെ പരിപൂർണത എനിക്ക് ലഭിക്കുമെന്നാണ്. How can I take advantage of everything you have made available to me? ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയത് എല്ലാം എങ്ങനെ എനിക്ക് അത് അനുഭവിക്കുവാൻ, അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ എനിക്ക് കഴിയും. There are men and women in the body of Christ. നമുക്കറിയാം ക്രിസ്തുവിൽ നമ്മൾ സഹോദരി സഹോദരന്മാരാണ്. And God is living inside them. ദൈവം യേശു നമ്മളിൽ ജീവിക്കുന്നു. And they're living like mere men. പക്ഷെ അവർ ജീവിക്കുന്നത് വെറുതെ മനുഷ്യരെ പോലെയാണ്. They're living just as though they're normal human beings. സാധാരണക്കാർ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് അവർ. And God says, if you will position your life rightly, എന്നാൽ ദൈവം പറയുന്നത് നമ്മൾ ജീവിക്കേണ്ടത് പോലെ നിങ്ങൾ ജീവിച്ചാൽ, if you will submit your life to my principles, ഞാൻ പറയുന്നത് പ്രമാണങ്ങളെ നിങ്ങൾ ആചരിച്ചാൽ, you won't just get into my presence when you die. നിങ്ങൾ മരിക്കുമ്പോൾ മാത്രമല്ല എന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്നത്. You can experience the glory and the power and the wisdom of God
while you're alive on this earth. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ അത്ഭുതം, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഓരോ ദിവസവും അനുഭവിക്കുവാൻ സാധ്യമാകും. You see, David's question അവിടെ നമ്മൾ ദാവീദിന്റെ ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം. was to do with his desire to experience and enjoy the presence of the Lord. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള തന്റെ ആഗ്രഹം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. And to live and remain in his presence. ദൈവസന്നിധിയിൽ വസിക്കുവാൻ, പാർക്കുവാൻ തന്റെ ആഗ്രഹം. The secret of every man and woman of God that God has powerfully used in history. നമ്മൾ ചരിത്രത്തിൽ നോക്കിയാൽ ദൈവം ഓരോ വ്യക്തികളെ ഉപയോഗിച്ചതിന്റെ രഹസ്യം നമ്മൾ നോക്കിയാൽ is that they've learned the secret of living out of God's presence while they live. കാരണം അവർ ദൈവസന്നിധിയിൽ എങ്ങനെ ജീവിക്കണം അവരെന്ന് പഠിച്ചു വന്നപ്പോഴാണ്. Rather than hoping that they will access his presence one day when they die. അവർ മരിക്കുമ്പോൾ മാത്രമല്ല ദൈവസാന്നിധ്യത്തിലേക്ക് അവർ കയറുന്നത് എന്ന് അവർ മനസ്സിലാക്കിയപ്പോഴാണ്. I mentioned Moses already. ഞാൻ മോശയെക്കുറിച്ച് പറഞ്ഞു. Moses was a great leader. നമുക്കറിയാം മോശ നല്ലൊരു നേതാവായിരുന്നു. Because he spent time in the presence of God. കാരണം താൻ ദൈവസന്നിധിയിൽ അനേക സമയങ്ങൾ ചെലവഴിച്ചിരുന്നു. In Exodus chapter 33, നമുക്കറിയാം പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായം. it says that God talked with Moses as a man talks with his friend. അവിടെ ദൈവം മനുഷ്യനോട് മോശയോട് സംസാരിച്ചത് ഒരു മനുഷ്യന്റെ സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെയാണ്. You see, the power of his leadership of Israel flowed out of the power of his intimate friendship with God. ദൈവത്തിന്റെ കൂടെയുള്ള ആ സഹവാസം കൊണ്ട്, ആ സുഹൃബന്ധം കൊണ്ടാണ് മോശ തന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ജനത്തെ നയിക്കുവാനുള്ള ഒരു ആർജവം നേടിയത്. Not because he worked to embrace some leadership principles. എന്നാൽ ഏതൊരു സ്ഥലത്ത് പോയി എങ്ങനെ നയിക്കണമെന്ന് പഠിച്ചു വന്നതുകൊണ്ട് മാത്രമല്ല, He looked at what God was like. ദൈവം എങ്ങനെയെന്ന് താൻ പൂർണ്ണമായി He മനസ്സിലാക്കിയിരുന്നു. spent time getting fascinated with who God is. ദൈവം ആരാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു മോശ. And he went out and he just represented that wherever he went. മോശ ദൈവത്തെ മനസ്സിലാക്കിയതിനു ശേഷം ദൈവം എങ്ങനെയെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. It's interesting, his leadership training strategy for Joshua, his assistant, നമ്മൾ പിന്നീട് കാണുന്നത് അതുപോലെ തന്നെയാണ് തന്നെ താൻ കഴിഞ്ഞു വന്ന യോശുവയും ചെയ്തത്. was, it wasn't carry my bags and watch what I do. യോശുവയും ഞാൻ ചുമന്നുകൊണ്ടിരുന്ന എന്റെ ബാഗും എന്റെ കാര്യങ്ങളും നോക്കുക മാത്രമല്ല, It was taking him with him to the tent of God's presence. മോശ യോശുവയെ താൻ പോയിരുന്ന കൂടാരത്തിലെ ദൈവസാന്നിധ്യത്തിലേക്ക് അവനെ കൊണ്ടുപോയി. See, Moses was already addicted to the presence of God. മോശയ്ക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും പോകണമായിരുന്നു. So he could leave the tent അവരെ കൂടാരം വിട്ടതിന് ശേഷം and go back to the camp and do all of the hard work. അതിനുശേഷം വെളിയിൽ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക. But he said, one day, Joshua, എന്നാൽ പറഞ്ഞു, ഒരു ദിവസം യോശുവേ, you're going to lead this people into the promised land. നീ ആയിരിക്കും വാഗ്ദത്ത ദേശത്തിൽ ഈ ജനത്തെ ഒരിക്കൽ നീ ആയിരിക്കും നയിക്കുവാൻ പോകുന്നത്. I'll go and do the work today. ഞാൻ ഇന്ന് പോയി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം. You stay in the tent. നീ ഈ കൂടാരത്തിൽ പാർക്കുക. His leadership training strategy was to make Joshua get addicted to the presence of the Lord. അങ്ങനെയാണ് മോശ യോശുവയെ ട്രെയിൻ ചെയ്തെടുക്കുകയും ദൈവ സാന്നിധ്യം വേണമെന്ന് യോശുവയ്ക്കും ഒരു വലിയ ആഗ്രഹം ഉണ്ടായി തുടങ്ങിയത്. It's the very opposite of how we train leaders today. നമ്മൾ ഇന്ന് മറ്റുള്ളവരെ നയിക്കുന്നതിന് പഠിപ്പിക്കുന്നതിന് വളരെ വ്യത്യസ്തമാണ്. The man of God has to spend time in the presence of God. And the junior leader has to do all of the hard work. നമ്മൾ പറയും ദൈവദാസം വേണമെന്ന് ദൈവസന്നിധിയിൽ എപ്പോഴും പോയി നിൽക്കാൻ, അതിന് പുറകെ വരുന്ന ജൂനിയേഴ്സ് പോയി നമ്മളെല്ലാം വേലയും ചെയ്യണമെന്ന്. Beloved, if we get the next generation addicted to the presence of God, നമുക്ക് നമ്മുടെ വരുന്ന തലമുറയെ ദൈവസന്നിധിയിൽ ഇരുന്ന് fascinated with the beauty of Jesus, ദൈവത്തിന്റെ മനോഹരത്വം കാണുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കണം. the leadership of the church is certain. നമുക്ക് മനസ്സിലാക്കേണ്ട ദൈവത്തിന്റെ ആ രാജ്യത്തില് നമ്മൾ നല്ലൊരു നേതൃത്വം കാണിച്ചു കൊടുക്കണം. In Exodus 33 it says Joshua did not depart from the tent. നമ്മൾ അവിടെ വായിക്കുന്നത് പുറപ്പാട് 33-ാം അധ്യായത്തിൽ യോശുവ ആ കൂടാരം വിട്ടു പോയില്ല. He said, "Oh, I want God. യോശുവ പറഞ്ഞു, എനിക്ക് ദൈവത്തെ വേണം. God's wisdom. എനിക്ക് ദൈവത്തിന്റെ ജ്ഞാനം I വേണം. need God's presence. എനിക്ക് ദൈവത്തിന്റെ I സാന്നിധ്യം need God's വേണം. direction in my life." ദൈവം എനിക്ക് വഴിയിൽ യാത്രയിലെ കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. Jesus said it slightly differently.
യേശു ഇത്തിരി വ്യത്യസ്തമായി ഇങ്ങനെ പറഞ്ഞു. In John chapter 15, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം verse 4, 4-ാം വാക്യം. he said, "Abide in me, എന്നിൽ നിങ്ങൾ വസിപ്പീൻ, and I will abide in you." ഞാൻ നിങ്ങളിലും വസിക്കും. Abide in me, and I will abide in you. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും. Remain in my presence, എന്റെ സന്നിധിയിൽ നിങ്ങൾ and my presence will remain in you. എന്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിലും വസിക്കും. He goes on and says this: ഇങ്ങനെ മുൻപോട്ട് ഇങ്ങനെ ഇപ്രകാരം പറയുന്നു. a branch cannot bear fruit on its own നമുക്കറിയാം ഒരു വൃക്ഷത്തിന് സ്വന്തമായിട്ടൊരു ഫലം കഴിക്കാൻ unless it abides in the vine. അത് അതിനോട് കൊമ്പിനോട് ചേർന്നിരിക്കുകയല്ലാതെ. Neither can you unless you abide in me. അങ്ങനെ തന്നെയാണ് നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നില്ല എങ്കിൽ. I lived in Germany, I told you before, for 5 years. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ജർമ്മനിയിൽ ഞാൻ കഴിഞ്ഞ 5 വർഷം ജീവിച്ചു. We lived in the most beautiful area of the world. ലോകത്തിന്റെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ജർമ്മനി. We had vineyards behind our house. അവിടെ നല്ല മുന്തിരി തോട്ടങ്ങളുണ്ട് അവിടെ. We had vineyards in front of our house. ഞങ്ങളുടെ വീടിന്റെ മുൻപിലും അങ്ങനെ തന്നെയാണ്. We had the French Alps on one side and the Swiss Alps on the other side. വളരെ മനോഹരമായ താഴ്വരകളും It was beautiful. വളരെ മനോഹരമായ സ്ഥലമാണ്. Now the harvest of grapes ആ സമയത്ത് അവർ മുന്തിരി പറിക്കുന്ന കാലം വരുമ്പോൾ was usually around September. അതൊരു സെപ്റ്റംബർ മാസമാണ്. The vines would be full of grapes. ആ സമയത്ത് മുന്തിരിത്തോട്ടത്തിൽ നിറച്ച് മുന്തിരി ഇങ്ങനെ കായ്ച്ചു നിൽക്കും. And so it used to be quite noisy. ആ സമയത്ത് വളരെ ഒച്ചയും ബഹളമുള്ള സമയമാണ്. From spring and summer all the way until the grapes were fully formed. ആ സമയത്ത് അത് നടുകയും അത് വളർത്തുകയും അത് പറിക്കേണ്ട കാലം വരുമ്പോൾ വരെ The branches used to shout to one another. ആ സമയത്ത് നമ്മൾ പറയുന്നത് വൃക്ഷങ്ങളെല്ലാം വളരുന്ന തമ്മിൽ സംസാരിക്കുന്നത് പോലെ വളരുന്ന ഒരു സമയമാണ്. Have you read the latest book on growing grapes? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വളരുന്ന ഒരു മുന്തിരിയെ കുറിച്ചുള്ള ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? Have you been to the conference 10 principles of fruitfulness? നിങ്ങൾ വലിയൊരു കോൺഫറൻസിൽ പോയിട്ട് എങ്ങനെ ഫലം പറിക്കണമെന്ന് പഠിച്ചിട്ടുണ്ടോ? And then man, there would be these noises at night. നമ്മൾക്ക് അവിടെ അവിടെ നമുക്കിങ്ങനെ കാറ്റിന്റെ ഇങ്ങനത്തെ ശബ്ദങ്ങൾ നമുക്ക് രാത്രി കേൾക്കുവാൻ പറ്റും. Because they were trying to produce grapes. കാരണം ആ സമയത്ത് മുന്തിരി ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. I'm joking. ഞാൻ തമാശ പറയുന്നു. There was none of this. ഇതൊന്നും അവിടെ ഇല്ലായിരുന്നു. It was silent. വളരെ ശാന്തമായിരുന്നു. And all of a sudden grapes were there. പെട്ടെന്ന് നോക്കിയപ്പോൾ പിറ്റേ ദിവസം അവിടെ മുന്തിരി ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നു. The only thing that was important അവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന ഒരു കാര്യം was that the branch was connected to the vine. അവിടെ കാണുന്നത് മുന്തിരി വള്ളി ഇങ്ങനെ ഓരോന്നും ചേർന്ന് മുന്തിരിയോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടു. If the connection between the branch and the vine was healthy, fruit automatically happened. അവിടെ ആ ചെടിയും അതിലെ മുന്തിരിയും അങ്ങനെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് വളരെ മനോഹരമായ ഫലങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. See, in the church, we've adopted methods where we are often focused on producing fruit. നമ്മുടെ സഭയിൽ പല രീതിയിലുള്ള പഠിപ്പീരുകൾ നമ്മൾ നടത്താറുണ്ട് ഫലം കഴിക്കുന്നതിനെ കുറിച്ച്. And Jesus' method is focus on abiding in me. യേശു നമ്മളെ പഠിപ്പിച്ച രീതി എന്ന് പറയുന്നത് എന്നിൽ നിങ്ങൾ വസിപ്പീൻ. Because when you remain in me, my life will be in you. എന്നിൽ വസിച്ചാൽ എന്റെ My ജീവിതത്തിൽ presence will be in you. എന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ And you will automatically bear fruit. നിങ്ങൾ തന്നെ ഫലം കഴിക്കുവാൻ തുടങ്ങും. When I got married, എന്റെ വിവാഹത്തിന് ശേഷം my wife and I wanted to have children. ഞങ്ങൾക്ക് മക്കൾ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. And thank the Lord we didn't have any problems. ഞങ്ങൾക്ക് ദൈവകൃപയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. I didn't go to one seminar on how to produce children. എങ്ങനെ മക്കൾ ഉണ്ടാവുന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളിലേക്കൊന്നും ഞാൻ പോയില്ല. I didn't go to one conference. ഞാൻ അതിനു വേണ്ടി ഒരു കോൺഫറൻസിൽ പോയില്ല. I didn't read a book on 5 principles about how to conceive children. ഞാൻ പുസ്തകത്തിൽ വായിച്ച് എങ്ങനെ മക്കൾ ഉണ്ടാവണം എന്ന് ചൊല്ലി ഞാൻ വായിച്ചില്ല. I focused on loving my wife and she focused on loving me. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ചിന്തിച്ചത്. And one day we got married. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വിവാഹം കഴിച്ചു. And suddenly children were there. അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ മക്കളുണ്ടായി. Because fruitfulness is the overflow of a deep intimate relationship automatically. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൂർണ്ണ സ്നേഹത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ ഉണ്ടാവുന്നത്. So David said, the closer we are to his presence, the more we will experience the blessing of God, the favor of God,
the breakthrough of God. ആമേൻ. ദാവീദ് പറയുന്നത് ദൈവസന്നിധിയോട് എത്ര നമ്മൾ ചേർന്ന് നിൽക്കുന്നു അത്രമാത്രം ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ കൃപ നമ്മളിൽ ഉണ്ടാകുമെന്ന് പറയും. The presence of God is the place where our soul is refreshed with God's love. ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മുടെ ആത്മാവിന് തൃപ്തി വരികയും The place of His presence is the place where we're strengthened in knowing who He is and what His promises are to us. ദൈവസന്നിധിയിൽ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴാണ് ദൈവം ആരെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തങ്ങൾ ഇന്നതെന്ന് നമ്മൾ രുചിച്ചറിയുകയും ചെയ്യുന്നത്. The last verse of this psalm ഈ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാചകം says that the effect of dwelling with God is an unshakable spirit. നമ്മളിവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് അത് വളരെ മനോഹരവും അത് കുലുങ്ങാത്ത ഒരു അനുഭവമാണ്. See, this psalm gives us principles to experience more of God's presence, and it says, he who does these things will get access to more of His presence, and he shall never be moved. ആമേൻ. 15-ാം സങ്കീർത്തനം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ചേരുവാൻ കഴിയും, എങ്ങനെ ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ കഴിയും. ഈ പ്രമാണങ്ങളെല്ലാം നമ്മൾ പാലിച്ചാൽ നമ്മൾ ഒരു നാളും കുലുങ്ങി പോവുകയില്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. So the question is, വീണ്ടും ചോദ്യം എന്ന് if പറയുന്നത് His presence is our number one priority, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനത്തിലാണോ നിൽക്കുന്നത്? who can live with God? ആർക്ക് ദൈവത്തിന്റെ കൂടെ വസിക്കുവാൻ കഴിയും? I'm not talking about how do we access God. ഞാൻ പറയുന്നത് ഇപ്പോൾ എങ്ങനെ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ How കഴിയുമെന്നല്ല, can we experience more of God? എങ്ങനെയാണ് ദൈവത്തെ കൂടുതൽ അനുഭവിക്കുവാൻ കഴിയുന്നത്. See, that's the question David's asking, is not how can I be part of God's people. ഇവിടെ ദാവീദ് ചോദിക്കുന്ന ചോദ്യം ഞാൻ നിന്റെ ജനത്തോടൊപ്പം എങ്ങനെ ഒരു ഭാഗമാകണം എന്നല്ല. He was the king of Israel. താൻ ആ ഇസ്രായേലിന്റെ He was രാജാവാണ്. already part of God's people. ദൈവത്തിന്റെ ജനത്തിന്റെ ഒരു ഭാഗം താൻ അന്നേ തന്നെയാണ്. He was saying we don't work right as God's people unless we dwell close with God. അവിടെ പറയുന്നത് ദൈവവുമായിട്ട് അടുത്ത് ജീവിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധ്യമല്ല. And I believe the foundational principle of this psalm is this. ഞാൻ വിശ്വസിക്കുന്നു ഈ 15-ാം അധ്യായത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് Our present enjoyment and experience of God's presence increases or decreases directly dependent on the degree to which we live in agreement with Him. ആമേൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവവുമായിട്ട് എങ്ങനെ ജീവിക്കുന്നു, ദൈവസന്നിധിയിൽ എത്ര അടുത്ത് ജീവിക്കുന്നു, അതനുസരിച്ചായിരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. You know, what does it look like for us to take our shoes off from God's perspective? ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ആ ചിന്തയിൽ നോക്കിയാൽ നമ്മുടെ ചെരുപ്പുകൾ അഴിക്കുക എന്ന് പറയുന്നത് എന്താണ്? Like I said, taking my shoes off doesn't give me access to my house, but it helps me enjoy my wife a whole lot more. ഞാൻ പറഞ്ഞതുപോലെ എന്റെ വീട്ടിൽ ചെരുപ്പൂരിയില്ലെങ്കിലും എനിക്ക് കയറാം, എന്നാൽ ചെരുപ്പൂരിയാൽ ഭാര്യയുമായിട്ട് എത്രമാത്രം സന്തോഷത്തിൽ എനിക്ക് അവിടെ ജീവിക്കുവാൻ കഴിയും. You see, the ark of the God's presence was in the land, but Israel was not taking advantage of the presence. നമുക്കറിയാം ദൈവത്തിന്റെ ആ കൂടാരം, ദൈവത്തിന്റെ കവനന്റ് അവിടെ ഉണ്ടായിരുന്നപ്പോഴും ആ സമയത്ത് അവർക്ക് അത് അനുഭവിക്കാനോ അത് ആസ്വദിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. And what David discovered when the man Uzzah died, when he touched the ark, നമുക്കറിയാം ആ മനുഷ്യൻ ആ ദൈവത്തിന്റെ പെട്ടകം തൊട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? is that wanting more of God's presence is not simply a matter of having hunger or desire. ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് വരണം എന്ന് പറയുന്നത് വെറുതെ ഒരു ആഗ്രഹമോ വെറുതെ നമുക്ക് അതിനു വേണ്ടി ഒരു വിശപ്പുണ്ടായി എന്നുള്ളത് മാത്രമല്ല. Experiencing more of God's presence is not simply an issue of crying out, God, we want your presence. ദൈവത്തിന്റെ സാന്നിധ്യം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വെറുതെ നിന്ന് കരഞ്ഞു നമ്മൾ ചോദിക്കുന്നത് മാത്രമല്ല. It's about positioning your life so that you can live near to a holy God. ആമേൻ. അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ സ്ഥാനം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തോട് ഒത്ത് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. It's about embracing a lifestyle of agreement with God. ദൈവത്തിന്റെ പ്രമാണങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നാണ് അതിന്റെ അർത്ഥം. How many of you have children in this room? ഇവിടെ ഇരിക്കുന്നവർക്ക് എത്ര പേർക്ക് മക്കളുണ്ട്? How many of you have ever fought with your children?
അതിൽ നമ്മൾ എത്ര പേര് നമ്മുടെ മക്കളോട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ട്. Where your children say, I don't want to do that. നമ്മുടെ മക്കൾ പറയും എനിക്ക് ഇത് ചെയ്യണ്ട. Where your children are rebellious. ചിലപ്പോൾ നമ്മുടെ മക്കൾ അനുസരണക്കേട് കാണിക്കും. And there's strife in your home. നമ്മുടെ വീട്ടിൽ ഒരു വഴക്കിന്റെ ഒരു ആത്മാവ് വരും. Now understand this, they're always going to be your children and you're always going to love them. നമ്മുടെ മക്കളായതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരെ സ്നേഹിക്കും. But you don't have a good time when there's a fight going on in the family, do you? അങ്ങനെ വീട്ടിൽ അങ്ങനെ ഒരു അടി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കലഹം നടക്കുമ്പോൾ ഒരു നല്ല സമയമാണ് നമ്മൾ അവരുമായിട്ട് ചെലവാക്കാൻ കഴിയാതെ പോകുന്നത്. You enjoy your family where there's agreement and harmony and you're all decided we want to do the same thing. എന്നാൽ എല്ലാവരും ഒരു മനസ്സോടെ ഒരു ലക്ഷ്യത്തോടെ ഒരു വീട്ടിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അതിനൊരു സന്തോഷം ഉണ്ടാവുന്നത്. But when your children disagree with you, you don't say, well, you're not my child anymore. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് എതിർത്ത് നിൽക്കുമ്പോൾ ഇനി അവൻ എന്റെ കൊച്ചല്ല നമ്മൾ പറയാറില്ല. I'm laying this foundation because it's an important foundation. ഞാൻ ഇത് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. Because God still loves you even if you don't enter into the fullness of enjoying His presence. ആമേൻ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളും ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് അവിടെ ചെന്നില്ലെങ്കിൽ പോലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. The things I'm talking about here isn't you have to do it. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്യണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. Why wouldn't you do it when you have access? എന്നാൽ ഇങ്ങനെ ഒരു സാധ്യത ലഭ്യമുള്ളപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? Why wouldn't you start living in agreement with God? എന്തുകൊണ്ട് നമ്മൾ ദൈവവുമായിട്ട് ചേർന്ന് ഒരുമിച്ച് ജീവിച്ചുകൂടാ? And it's not simply our things that God wants us to do related to Him. There are things that God wants us to do related to our relationships with one another that can hinder the flow of God's presence in our life. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ബന്ധപ്പെട്ട് മാത്രമല്ല കാര്യങ്ങൾ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ പരസ്പരം ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പ്രമാണങ്ങളുണ്ട്. അതും നമ്മൾ പാലിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ കടന്നു വരികയില്ല. And David describes 7 doorways അവിടെ നമ്മൾ കാണുന്നത് ദാവീദ് 7 രീതികളാണ് അവിടെ പറയുന്നത്. into a greater experience of God's presence in this psalm. നമ്മൾ സങ്കീർത്തനത്തിൽ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം അധികമായി ലഭിക്കേണ്ടത്. These are 7 principles which, if we embrace them, help us enjoy a greater measure of God's presence. ഈ പറയുന്ന 7 കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം അധികമായി നമുക്ക് അനുഭവിക്കാൻ സാധ്യമാകും. I'm going to go through them very quickly. വളരെ വേഗത്തിൽ ഞാൻ അതിലേക്ക് കടന്നു പോകുന്നു. Number 1. ഒന്നാമത്തെ കാര്യം, A life lived in pursuit of agreement with God. ദൈവത്തിന്റെ സാന്നിധ്യം വേണം എന്ന് പറയുന്ന ഒരു ജീവിതം. The first thing that David says is, in answer to the question, who can dwell with you, God? ദാവീദ് പറയുന്ന ആദ്യത്തെ ഉത്തരം, ആര് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമെന്നുള്ളതിന്റെ ഉത്തരം, He who walks uprightly. നീതിയോടുകൂടി നേരോടുകൂടി നടക്കുന്ന ഒരുവൻ. He who says, I want to live in obedience with you, God. ദൈവമായിട്ട് അനുസരണയോടെ പൂർണ്ണ ഐക്യതയോടുകൂടി ദൈവമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആള്. I want to set my heart to pursue you, God. ദൈവത്തെ മുഴുവനായി അന്വേഷിക്കുവാൻ എന്റെ ഹൃദയത്തെ ഞാൻ സമർപ്പിക്കുന്നു. Simply the act of saying, I'm walking in the direction of experiencing you and receiving from you and walking in agreement with you positions us to receive more of Him. നമ്മൾ വളരെ ലളിതമായി ഇതിനെ പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നടക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക, ദൈവത്തിന്റെ പ്രമാണങ്ങളെ ആചരിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് നമുക്ക് പ്രാപിക്കുവാൻ സാധ്യമാകും. You haven't done anything yet. ഇതുവരെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. But you said, I want to obey you, God, in everything I do. നമ്മൾ പറയുന്നത്, ദൈവം പറയുന്നത് എല്ലാം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It opens a door അവിടെ വെച്ചൊരു വാതിൽ തുറക്കപ്പെടും. for the grace of God to flow ദൈവത്തിന്റെ കൃപ നമ്മളിൽ and ചൊരിയപ്പെടും. give you the power to do what you want to do. ആമേൻ. അന്നേരം ദൈവത്തിന്റെ ശക്തി നമ്മൾ ആഗ്രഹിച്ച കാര്യം ചെയ്തെടുക്കുവാൻ നമ്മളിൽ പകരപ്പെടും. The second thing, രണ്ടാമത്തെ കാര്യം, a lifestyle that does good and does the good works of the kingdom. ദൈവത്തിന്റെ രാജ്യം അനുസരിച്ച് നീതി കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജീവിത രീതി. In other words, I don't just say I want to obey you, God, and then I just go do my own thing. ഒരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ദൈവത്തെ അനുസരിക്കണം, എന്നാൽ ഞാൻ എന്റെ വഴിയിലേക്ക് കടന്നു പോകും. The evidence of wanting to walk uprightly is that I will invest my time,
my talents, my money, and my relationship in doing the works of the kingdom. ആമേൻ. നമ്മൾ അതിനെ പറയേണ്ടത് ചെയ്യും. നമ്മൾ പറയുവാണ് ദൈവത്തെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ അനുസരിക്കുക, നമ്മുടെ സമയം ചെലവഴിക്കുക, നമ്മുടെ പണം ചെലവഴിക്കുക, നമ്മൾ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. The reason that walking uprightly or setting my heart to obey God opens the door to His presence. നമ്മൾ ദൈവസന്നിധിയിൽ നീതിയോടെ നടക്കും, നേരോടെ നടക്കും എന്ന് പറയുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി വാതിലുകളെ തുറന്ന് നമ്മളെ It's സഹായിക്കുന്നത്. because it leads to me finding out what pleases the Lord in every area of my life and actually doing it. അത് നമ്മൾ ദൈവം നമ്മളിൽ എന്ത് ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കി നമ്മൾ അത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ്. How do you want me to treat my enemies? എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ശത്രുക്കളെ കാണേണ്ടത്? How do you want me to forgive those who are mean to me? എന്നോട് മോശമായി പെരുമാറുന്നവരോട് ഞാൻ എങ്ങനെ ക്ഷമിക്കണം? How do you want me to serve those who are poor? ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നവരെ എങ്ങനെ ഞാൻ സഹായിക്കണം? How do you want me to love my spouse? എങ്ങനെയാണ് എന്റെ പങ്കാളിയെ ഞാൻ സ്നേഹിക്കേണ്ടത്? The attitude leads to the act. നമ്മുടെ ആ മനോഭാവമാണ് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് And our തീരുമാനിക്കുന്നത്. life starts to come into agreement with God in a dramatic way. അങ്ങനെ നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് അത്ഭുതകരമായ ദൈവ വഴിയിൽ നമ്മുടെ ജീവിതം നയിക്കുന്നത്. Opening a way for the experience of His presence. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണം. I want to do your works, O Lord. ദൈവമേ, എനിക്ക് നിന്റെ പ്രവൃത്തികളെ ചെയ്യണം. Number 3, മൂന്നാമത്തെ കാര്യം, a life of integrity, നീതിയോടെ നേരോടെ നടക്കുന്ന ഒരു ജീവിതം. where my motives agree with my actions. എന്റെ ചിന്തകൾ എന്റെ പ്രവൃത്തികളോട് ചേർന്ന് പോകുന്നത്. The third thing that David says is we must speak the truth in our heart. മൂന്നാമത്തെ കാര്യം ദാവീദ് പറയുന്നത് ഹൃദയത്തിൽ നമ്മൾ സത്യം സംസാരിക്കണം. I don't just do the right thing ഞാൻ നീതിയുള്ള കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല, to try and earn God's favor. ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി I want to do it. നമ്മൾ അത് ചെയ്യുക തന്നെ വേണം. I want to agree with you by loving my wife the best that I can. ദൈവം പറയുന്ന പ്രകാരം ഞാൻ എന്റെ പങ്കാളി ദൈവം പറഞ്ഞ അളവിൽ തന്നെ സ്നേഹിക്കുവാൻ ഞാൻ Oh, I want to forgive those who have wronged me because you forgave me, Jesus. എന്നോട് തെറ്റ് ചെയ്തവരോട് ഞാൻ മനസ്സുകൊണ്ട് ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം നമ്മളോട് ക്ഷമിച്ച പോലെ തന്നെ. It means there's integrity. I'm not just doing the right thing to try and impress God and really I don't want to do it. I'm doing the right thing because Jesus has captured my heart. ആമേൻ. അത് പറയുന്നത് ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ല, അതാണ് ശരിയെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വരിക, അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. Why is that important? അത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനമായത്? Because if your heart is not connected with your works of righteousness, കാരണം നമ്മുടെ ഹൃദയം നമ്മുടെ നീതി പ്രവർത്തികളുമായിട്ട് ചേരുന്നില്ല എങ്കിൽ you won't be able to sustain it. നമുക്കത് ഒരുപാട് നാൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. You won't be able to keep doing it. നമുക്ക് ഒരുപാട് നാൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. It will turn into a system of performance in your life. അത് വീണ്ടും നമ്മുടെ ജീവിതം വെറുതെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളായി പോകും. God is not after your religious performance. ദൈവം ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വെറുതെ ചെയ്യുന്നത് പോലെ കാഴ്ചക്കാരെ പോലെ ചെയ്യുവാനല്ല. He wants you to agree with Him in everything you do because you want the relationship with Him more than anything you have. ആമേൻ. ദൈവം ആഗ്രഹിക്കുന്നത് വാസ്തവമായി ദൈവം പറയുന്ന കാര്യങ്ങളോട് നമ്മൾ ചേർന്ന് നിൽക്കുകയും ദൈവമായിട്ട് ചേർന്ന് ഒരേ ഹൃദയത്തിൽ നമ്മൾ പോകണം. Oh God, fascinate my heart with you. ദൈവം നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങയുടെ ഹൃദയങ്ങൾ so that I would walk righteously, നിന്റെ സന്നിധിയിൽ നീതിയോടെ ഞാൻ so നടക്കുക, that I would do the works of righteousness, നീതിയുടെ പ്രവർത്തികൾ ഞാൻ ചെയ്യുക, and so that my heart would be connected with desire for you. അങ്ങനെ ദൈവത്തിന്റെ ആഗ്രഹങ്ങളുമായിട്ട് എന്റെ ഹൃദയം ചേരുവാനായിട്ട്. Number 4, നാലാമത്തെ കാര്യം, we're going to do these fairly quickly. വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. A life of blessing and not cursing. ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം, ശപിക്കുന്നവരായിരിക്കരുത്. David says, he who does not backbite with his tongue, nor does evil to his neighbor, nor does he take up a reproach against his friend. നമ്മൾ വായിക്കുന്നത് നാവ് കൊണ്ട് കുള്ള പറയാതെയും തന്റെ കൂട്ടുകാരോട് ദോഷം ചെയ്യാതെയും നിൽക്കുന്നവൻ. The way we speak about our brothers and sisters can shut up heaven over our lives or open heaven over our lives.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ സ്വർഗ്ഗത്തിന്റെ വാതിൽ നമ്മൾ തുറക്കുകയും അടക്കപ്പെടുകയും ചെയ്യും. Psalm 133 says this. 133 സങ്കീർത്തനം ഇപ്രകാരം How പറയുന്നു. good and how pleasant it is when brothers dwell together in unity, for there the Lord commands a blessing. നമ്മൾ വായിക്കുന്നത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര സന്തോഷമുള്ള ഒരു കാര്യവുമാണ്. In other words, if you dwell in unity with your brothers and sisters, there is a guaranteed increase of the presence of God in your life and in your community. അതിന് അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ സഹോദരന്മാരോട് ഒത്തൊരുമിച്ച് വസിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളോട് കൂടി വസിക്കും. But if we don't live in unity, എന്നാൽ നമ്മൾ ഒരുമയോട് കൂടി ഒത്തൊരുമിച്ചല്ല we ജീവിക്കുന്നത്. shut up heaven over our lives. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ നമ്മൾ തന്നെ അടയ്ക്കുകയാണ്. And David says the quickest way to break unity is the way you use your tongue to speak about your brothers and sisters. വേദോസ്തം പഠിപ്പിക്കുന്ന നമ്മുടെ സഹോദരന്മാരുമായിട്ട് നമ്മുടെ ബന്ധങ്ങൾ പോകുവാനുള്ള ഏറ്റവും വേഗത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് If you നാവാണ്. slander your brother, നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് എന്തെങ്കിലും സംസാരിച്ചാൽ, if you do evil, if you try and break them down rather than build them up, അവരെ പണിയുന്നതിന് പകരം അവരെ തകർത്ത് കളയാൻ നമ്മൾ നാവ് കൊണ്ട് സംസാരിച്ചാൽ, if you take up a reproach against your brother, നമുക്ക് സഹോദരനോട് ഒരു ദേഷ്യം വന്നാൽ, in other words, your friend comes to you and says, "Do you know what Susie just did to me?" ഒരു ബന്ധുവിന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ ഇപ്പോൾ ഇവിടെ എന്താണ് നിന്നെ കുറിച്ച് പറഞ്ഞതെന്ന് അറിയാമോ? And you go, "That's terrible. Let's go tell Joni what Susie did to her." നമുക്ക് എന്നിട്ട് പറയും നമുക്ക് ഇത് തന്നെ അടുത്ത ആളോട് പോയി പറയാം അവിടെ എന്താണ് ഇവരിന്ന് പറഞ്ഞതെന്നുള്ളത്. And it creates division. അത് അങ്ങനെ മറ്റുള്ളവർ അത് പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരു ഭിന്നത ഉണ്ടാകുന്നു. And God cannot release His presence when there is that kind of behavior. അങ്ങനെ തരത്തിലുള്ള ഒരു സ്വഭാവം വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മധ്യത്തിൽ ഇറങ്ങാതിരിക്കും. The fifth area that opens heaven over our lives അഞ്ചാമത്തെ കാര്യം ദൈവത്തിന്റെ സന്നിധി നമ്മുടെ മധ്യത്തിൽ വരേണ്ടതില്ല. is a life that loves righteousness but hates wickedness. അവർ കാണുന്നത് നീതിയോ സ്നേഹിക്കുന്ന ഒരു ജീവിതം. Verse 4, in whose eyes a vile person is despised, but he honors those who fear the Lord. നമ്മൾ കാണുന്നത് വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. When we celebrate and promote immorality, നമ്മൾ ലോകത്തില് നമ്മൾ വഷളത്വം കാണുമ്പോൾ അതിനെ പ്രോത്സാഹിക്കുമ്പോൾ it blocks the flow of heaven's presence in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അത് ഛേദിക്കപ്പെടുക നമ്മൾ ഇല്ലാതെ വരും. And I want to say this to young people. ഞാൻ യൗവനക്കാരുടെ പ്രകാരം പറയാൻ ആഗ്രഹിക്കുന്നു. Because sometimes we think, well, I'm not celebrating immorality. I'm just watching TikTok or Netflix because I want to be relevant to my friends at school. പലപ്പോഴും നമ്മുടെ ആൾക്കാർ പറയുന്ന ടിക്ടോക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന കാര്യങ്ങളൊന്നും മോശമല്ല, അത് ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ And without knowing it, we are agreeing with darkness. അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു രീതിയിൽ അന്ധകാര ശക്തിയോട് നമ്മൾ യോജിച്ചു നിൽക്കുകയാണ്. And again, it doesn't mean that God will reject you, but it does mean that barriers are created between you and the voice of the Lord in your life. അതിനർത്ഥം എന്ന് പറയുന്നത് പൂർണ്ണമായി ദൈവം നമ്മളെ തള്ളിക്കളയുകയല്ല, ദൈവത്തിന്റെ സന്നിധിയും നമ്മൾ തമ്മിൽ ഒരു ഇടർച്ച വരികയാണ് അവിടെ. Very quickly, number 6. ആറാമത്തെ കാര്യം വേഗത്തിൽ ചിന്തിക്കാം. A life of faithfulness. നീതിയോട് കൂടിയ ഒരു ജീവിതം. Faithful, David says this, he who swears to his own hurt and does not change. അവിടെ പറയുന്നത് വിശ്വസ്തനായിരിക്കുക, നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ വാക്ക് ചേട്ടം വന്നാലും അത് മാറ്റാതിരിക്കുക. Faithfulness in the small things matters to God. ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുന്നത് അത് ദൈവത്തിന് വലിയ കാര്യമാണ്. Just as in the natural, if someone is faithful, you entrust them with more. നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കിയാൽ നമ്മൾ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നത് നമ്മൾ വിശ്വസിച്ചു പോകും. There are many people who God wants to entrust more with, but they've not been faithful in the small things. നമ്മൾ നോക്കിയാൽ അനേകം കാര്യങ്ങളിൽ ദൈവത്തിൽ ചിലർ വിശ്വസിക്കണമെന്നുണ്ട്, എന്നാൽ ചെറിയ കാര്യങ്ങളിൽ I want to be with the pastor on the platform. ഞാൻ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കേണ്ട ഒരു Why മനുഷ്യനാണ്. am I not chosen for the worship team? എന്തുകൊണ്ട് എന്നെ വർഷിപ്പ് ടീമിലേക്ക് എടുത്തില്ല? And God says, ദൈവം ഇങ്ങനെ പറയുന്നു, how are you treating your children? നീ എങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാരെ നീ പെരുമാറുന്നത്? How are you loving your wife? എങ്ങനെയാണ് നിന്റെ മക്കളെയും ഭാര്യയും നീ സ്നേഹിക്കുന്നത്? How are you being faithful with your finances? എങ്ങനെയാണ് നിന്റെ പണത്തിലെ ഇടപാടുകളിൽ നീ വിശ്വസ്തനാണോ? You see, it's faithfulness not in the things that are seen that God is looking at. He's looking at faithfulness in the things that are not seen.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ മാത്രമല്ല ദൈവം നമ്മളെ എണ്ണുന്നത്. കാണാത്ത നമ്മുടെ വശങ്ങളുണ്ട്, അതിലാണ് ഒരു പക്ഷെ ദൈവം നമ്മളെ നോക്കുന്നത്. You see, the reason David was used by God to defeat Goliath was because he'd been faithful in taking care of the sheep when no one was looking. ഒരു രീതിയിൽ പറഞ്ഞാൽ ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് ആരുമില്ലാത്തപ്പോൾ ആടുകളെ മേയ്ക്കുവാൻ തയ്യാറായ ഒരു ദാവീദിനെ കണ്ടതുകൊണ്ടാവാം. See, you might be faithful to God on a platform. God doesn't care. He's looking, are you faithful when you're in your bedroom on your own with that computer open in front of you and you're being tempted to open a website that you should not be opening? ദൈവം ഒരുപക്ഷെ നിങ്ങൾ സഭയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ വിശ്വസ്തത അളക്കുന്നില്ല എന്ന് തോന്നിയാലും നിങ്ങൾ രഹസ്യമായി നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സംസാരങ്ങൾ, ഇതെല്ലാം ഒരുപക്ഷെ ദൈവം സൂക്ഷിച്ച് നിങ്ങളെ നോക്കുന്നുണ്ട്. See, the Lord wants us to be faithful because He's faithful. ദൈവം നമ്മൾ വിശ്വസ്തരാകണമെന്ന് ആഗ്രഹിക്കുന്നത് ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. And He sees everything, even when no human being sees it, and He will reward you openly for the things that you do in secret. ആരും കാണാത്ത കാര്യങ്ങൾ ദൈവം കാണുന്നത്, ദൈവം നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണത്തക്ക രീതിയിൽ ദൈവം അതിനു വേണ്ടി നന്മയ്ക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. The final aspect that David highlights അവസാനത്തെ കാര്യം ദാവീദ് ഇവിടെ പറയുന്നത് is a life of generosity. നമ്മളിവിടെ കാണുന്നത് നമ്മൾ അധികമായി കൊടുക്കുന്ന ഒരു ജീവിതം, that loves God more than money. പണത്തെക്കാൾ ധനത്തെക്കാൾ ദൈവത്തെ സ്നേഹിക്കുക. Jesus said it this way, you cannot love both God and mammon. നമുക്കറിയാം ദൈവം പറഞ്ഞു രണ്ട് യജമാനന്മാരും ഒരുപോലെ സേവിക്കാൻ കഴിയില്ല. David said if you are worshipping money, you will end up hurting other people. ദാവീദ് പറഞ്ഞു നിങ്ങൾ പണത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ വേദനിപ്പിക്കുവാൻ ഇടയാകും. You will use your money to exploit people, to manipulate people, to control people. നിങ്ങൾക്ക് പണത്തെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മറ്റുള്ളവർക്ക് അത് മുറിവേൽക്കുകയും മറ്റുള്ളവരുടെ ജീവിത രീതിയിൽ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. And that brings barrier between you and the Lord. അത് നിങ്ങളും ദൈവവുമായിട്ടുള്ള തമ്മിലുള്ള ബന്ധത്തെ അത് തകർക്കും. Because the Lord doesn't want us holding our money like this. കാരണം ദൈവം ഒരിക്കലും നമ്മുടെ ഇങ്ങനെ പണം അടക്കി പിടിച്ചിരിക്കുന്നത്. He wants to release the finances and the wealth of heaven over our lives, but He can't do it if our arms are closed. ദൈവത്തിന് സ്വർഗ്ഗത്തിന്റെ സകല മഹിമയും സകല അനുഗ്രഹവും നമുക്ക് നൽകണമെന്നുണ്ട്. നമ്മുടെ പക്കൽ ഇരിക്കുന്ന പണം പോലും നമ്മൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. When we open our arms in generosity towards the poor, we open our arms to receive the Lord's generosity over our lives. ആമേൻ. നമ്മുടെ മുൻപിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കഷ്ടതയിലായിരിക്കുന്നവരെ സഹായിക്കാൻ നമ്മുടെ കാര്യങ്ങളെ തുറക്കുമ്പോൾ ദൈവം സ്വർഗ്ഗത്തിലെ കിളിവാതിലുകളെ തുറന്ന് നമ്മളെ അനുഗ്രഹിക്കും. He who does these things ഇങ്ങനെയൊക്കെ ചെയ്യുന്നവൻ will never be shaken. ഒരിക്കലും കുലുങ്ങി പോവുകയില്ല. Because he will have access to the Lord, access to His presence, experience of His goodness. അസുന്ദരവിടെ എൻ ശോഭിതവിടെ അസുന്ദരവിടെ എൻ ശോഭിതവിടെ എന്നും ആനന്ദമായി എന്നിൽ വാണിടുമേ എന്നും ആനന്ദമായി എന്നിൽ വാണിടുമേ തേജസ്സിനാലെ മനോഹരമാ ദേവൻ കൈകളത് നിതമാ തേജസ്സിനാലെ മനോഹരമാ ദേവൻ കൈകളത് നിതമാ സുഖാലയമേ അങ്ങു ചേരുമേ ഞാൻ സുഖാലയമേ അങ്ങു ചേരുമേ ഞാൻ അസുന്ദരവിടേ എൻ ശോഭിതവിടേ അസുന്ദരവിടേ എൻ ശോഭിതവിടേ എന്നും ആനന്ദമായി എന്നിൽ വാണിടുമേ എന്നും ആനന്ദമായി എന്നിൽ വാണിടുമേ എന്നും തൈയാറു ഗോപുരങ്ങൾ ശാശ്വത പാർപ്പിടത്തിൽ എന്നും തൈയാറു ഗോപുരങ്ങൾ ശാശ്വത പാർപ്പിടത്തിൽ അസൗഭാഗ്യമായി എന്നിൽ പാർപ്പിടുമേ അസൗഭാഗ്യമായി എന്നിൽ പാർപ്പിടുമേ അസുന്ദരവിടേ
യഹോവ